കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു പെരവാർക്കലുണ്ടായിരുന്നു. ഇപ്പം സദ്യയായിരുന്നേ. സദ്യയുടെ കൂട്ടത്തിൽ പുളിയിഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ. പുളിയിഞ്ചി കഴിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ക്യാഷ്നട്ട് കിടക്കണം. അപ്പോൾ ആ ഇഞ്ചിന്ന് ക്യാഷ്നട്ട് എടുത്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഏതോ പായസത്തിൽ നിന്ന് എന്തോ വീണാണെന്ന് തോന്നുന്നുണ്ട്, അറിയാതെ. അല്ലാണ്ട് പുളിയിഞ്ചിയിൽ അവർ ക്യാഷ്നട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഓർത്തേ, നമുക്ക് ഇന്നൊരു പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ചാൽ നാളെ ഊണിന് കൊടുത്താലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, 1/2 കിലോ ഇഞ്ചിയിലാണ് ഇപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു ചോപ്പറുള്ള കാരണം രക്ഷപ്പെട്ട് ചടപടാന്ന് പറഞ്ഞ് പണി തീരും കേട്ടോ. ഇഞ്ചിയൊക്കെ കണ്ടമുണ്ട് അങ്ങോട്ട് അരിഞ്ഞ് വാരിക്കൂട്ടി ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കേ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഇച്ചിരിക്കോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ക്യാഷ്നട്ട് ഉണ്ടായിരുന്നു, അതും ഇട്ട് കുറച്ച് ഉണക്കമുന്തിരി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി വറുത്തോരി മാറ്റി എടുക്കേണ്ട. ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് കറിവേപ്പില മറ്റെല്ലാം ഇട്ട് കോരി മാറ്റണ്ട കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒന്നും താളിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ പണിയും തീരും, അത് എണ്ണയും ആകൂല. അപ്പോൾ അതേ പിന്നെ ബാക്കി വന്ന വെളിച്ചെണ്ണയിലേക്ക് കടുകും അതേപോലെ ഉലുവിട്ട് പൊട്ടിക്കേണ്ട. പിന്നെ നമ്മുടെ ആ ഇഞ്ചിയില്ലേ പിഴിഞ്ഞിട്ട് വേണോട്ട് ഇടണമെങ്കിൽ, അപ്പോൾ പെട്ടെന്ന് വറുത്ത് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ 1/2 ഭാഗം വെളുത്തുള്ളി അരിഞ്ഞതും ഒരു 5-6 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് വറുത്തെടുക്കേണ്ട. നമ്മൾ ആ ഇഞ്ചിയുടെ നീര് പിഴിഞ്ഞ് കളഞ്ഞായിരുന്നല്ലേ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റിയത്. ആ കിലുകിലണ പോലെ വറുത്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി മൂപ്പിച്ചെടുക്കണം. നേരത്തെ തന്നെ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് അരിച്ചിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി പുളി ഉണ്ടായിരുന്നു, അതൊന്നും കൂടി വെള്ളം ഒഴിച്ച് അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ട്, അതും അരിച്ചൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ലേശം കായപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി വറുത്ത് വെച്ചേക്കുന്ന അൽക്കുലത്തെ സാധനങ്ങൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ വെറൈറ്റി പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഈ പുളിഞ്ചി കൂടി ഈ ക്യാഷ്നട്ട് മുന്തിരിയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഈ വീഡിയോ കണ്ട മിക്ക ആൾക്കാർ എന്നോട് ചോദിക്കും, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്ക് മുതലിക്കുമോന്ന്. നമ്മളതൊന്നും ആലോചിക്കാറില്ല കേട്ടോ. നമ്മുടെ കടയിൽ വന്ന ആൾക്കാർ നല്ല ഭക്ഷണം കഴിക്കുക, തൃപ്തിയോടും സന്തോഷത്തോടും പോവുക, അതാണ് എൻ്റെ പോളിസി. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു പുളിഞ്ചി ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാൻ മറക്കരുത്, അതേപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ കണ്ടതിന് താങ്ക് യു.